യമൻ തലസ്ഥാനമായ സനായിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം ഓഫീസ് ഹൂതികൾ കയ്യേറിയതായി റിപ്പോർട്ടുകൾ. അതേസമയം രേഖകളും ഫർണിച്ചറും വാഹനങ്ങളും പിടിച്ചെടുത്തു. US ചാരന്മാരാണ് UN ഏജൻസികളിൽ പ്രവർത്തിക്കുന്നത് എന്നാരോപിച്ചായിരുന്നു നടപടി. യമൻ തലസ്ഥാനമായ സന അടക്കമുള്ള പ്രദേശങ്ങൾ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ. എന്നാൽ ഈ മാസം 3-നാണ് UN ഓഫീസ് കയ്യേറിയ ഹൂതികൾ അവിടെ ജോലി ചെയ്യുന്ന യമൻ പൗരന്മാരായ ജീവനക്കാരിൽ നിന്ന് ഓഫീസ് രേഖകൾ പിടിച്ചെടുത്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കൂടാതെ ജൂണിൽ UN ഏജൻസികളും സന്നദ്ധ സംഘടനകളിലും പ്രവർത്തിക്കുന്ന 60 പേരെ ഹൂതികൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. 2014 ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിലാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ യമന്റെ തലസ്ഥാനം അടക്കം പിടിച്ചെടുത്തത്. ഇതോടെ 1.5 ലക്ഷം പേരാണ് യമൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഇസ്രയേലിനെതിരായ ആക്രമണം നടത്താനുള്ള പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ആഴ്ച അവസാനത്തോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് പറഞ്ഞത്. ബൈഡന് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കാമെന്ന് ശുഭാപ്തി വിശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്തു. ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തേക്കില്ല എന്ന് സൂചിപ്പിച്ചെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരായ നീക്കം നീളുമെന്ന് ഒരു ഇറാൻ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം. വെടിനിർത്തൽ കരാർ നടപ്പായാൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്നാൽ ഇരുകൂട്ടർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറുകയെന്നും ബൈഡൻ പറഞ്ഞു. വെടിനിർത്തൽ കരാറിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ ഇന്ന് ഈജിപ്തിലോ ഖത്തറിലോ പുനരാരംഭിക്കാനായിരുന്നു തീരുമാനം. സംഘർഷം തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണെന്ന് US വിശ്വസിക്കുന്നു എന്ന് വൈറ്റ് ഹൌസ് വക്താവും പറഞ്ഞു. അതേസമയം ചർച്ചകളിൽ ഹമാസ് പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേലും വ്യക്തമാക്കിയിരുന്നു. ഹമാസിനെ പ്രതിനിധീകരിച്ച് തങ്ങൾ തീരുമാനമെടുക്കാമെന്ന് ദോഹ ഉറപ്പ് നൽകിയതായും വേദാന്ത് പട്ടേൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ ഇസ്രയേൽ അംഗീകരിച്ചാൽ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. എന്നാൽ ഇതിൽ പല ആവശ്യങ്ങളും ഭേദഗതി വരുത്തിക്കൊണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കണമെന്ന നിലപാടാണ് ഇസ്രയേൽ മുന്നോട്ട് വെച്ചത്. ഇത് ഹമാസ് നിരസിച്ചിട്ടുമുണ്ട്. ഗാസയിലെ ജനങ്ങൾക്ക് വീണ്ടും ഖത്തറിന്റെ സഹായങ്ങളും എത്തി. അതിനിടയിൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമായി 39 ട്രക്കുകൾ അടങ്ങിയ വാഹന വ്യൂഹമാണ് ജോർദാൻ വഴി അതിർത്തി കടന്ന് ഗാസയിലെത്തിയത്. 21,500 ഭക്ഷ്യക്കിറ്റുകൾ ഉൾപ്പെടെയുള്ള സഹായമാണ് ഖത്തർ ഗാസയിലേക്ക് എത്തിച്ചത്. ഒരു കുടുംബത്തിന് 1 മാസത്തിലേറെക്കാലം കഴിയാനുള്ള വസ്തുക്കൾ കിറ്റിലുണ്ട്. ഗാസയിലേക്ക് ഇസ്രയേൽ സേന ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ വിവിധ മാർഗങ്ങളിലൂടെ ഖത്തർ തുടരുന്ന സഹായങ്ങളുടെ തുടർച്ചയാണ് ഈ ദൌത്യം. 1 ലക്ഷത്തോളം പേർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇത്തവണ എത്തിച്ചതായി ഖത്തർ ചാരിറ്റിയും അറിയിച്ചു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ജോർദാനിലെ ഖത്തർ ചാരിറ്റി ഓഫീസ് വഴി 40,000-ഓളം ഭക്ഷ്യക്കിറ്റുകൾ, 15 ടൺ മരുന്നും ആശുപത്രി ഉപകരണങ്ങൾ എന്നിവ ഗാസയിൽ എത്തിച്ചിട്ടുമുണ്ട്. നേരത്തെ ഈജിപ്തിലെ അൽ അരീഫ് വിമാനത്താവളം വഴിയും ഖത്തർ സഹായങ്ങൾ എത്തിച്ചിരുന്നു. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയിൽ ഉയരുന്ന മരണസംഖ്യയിൽ ആശങ്ക രേഖപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തി. മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ എല്ലാ സംഘർഷങ്ങളും സമാധാനപരമായി പരിഹരിക്കപ്പെടണമെന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നത് എന്നും പുടിൻ പറഞ്ഞു. അറബ് ലോകവുമായി, പ്രത്യേകിച്ച് പലസ്തീനുമായി റഷ്യയ്ക്ക് ദീർഘകാലമായി ആഴത്തിൽ വേരുറച്ച ബന്ധങ്ങളുമുണ്ട്. ഇപ്പോൾ പലസ്തീൻ നേരിടുന്ന ഈ ദുരന്തത്തിൽ റഷ്യയ്ക്ക് ആശങ്കയുമുണ്ട്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രമേയങ്ങൾ അവഗണിക്കപ്പെട്ടതിന്റെ ഫലമാണ് ഗാസ ഇന്ന് നേരിടുന്ന ദുരന്തമെന്നും പുടിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.